പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നാവികസേനയുടെ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു. എന്നാൽ അതേസമയം റഫ് ടെറൈൻ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോഴും ഈശ്വർ മാൽപെ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുന്നുവെന്നാണ് നമ്മുടെ വാർത്താ സംഘം അറിയുന്നത്. ശ്രീനാഥ് ചന്ദ്രനും അതുപോലെ അരുൺ പൂപ്പറമ്പയും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഷിരൂരിൽ നിന്ന്. ശ്രീനാഥ് ചന്ദ്രൻ ആദ്യം. ശ്രീനാഥ്, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN ഇപ്പോൾ ഈശ്വർ മാൽപെ സംഘം പുഴയിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അരുൺ പൂപ്പറമ്പ ആ മേഖലയിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടുത്തെ ഈ തത്സമയമുള്ള വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഏതായാലും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ നടത്തുന്ന തെരച്ചിലിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അർജുനിലേക്ക് എത്തണമെങ്കിൽ, അർജുൻ്റെ ലോറിയിലേക്ക് എത്തണമെങ്കിൽ അതിന് വലിയ തടസ്സമായി നിൽക്കുന്നത് മണ്ണാണ്. പുഴയുടെ അടിത്തട്ടിൽ ഇങ്ങനെ മല പിളർന്ന് വന്ന് അടിഞ്ഞ മണ്ണ് അത് വലിയ തോതിലുണ്ട്. ഇന്നിപ്പോൾ ഈശ്വർ മാൽപെ താഴെ പോയപ്പോഴും അദ്ദേഹവും പറഞ്ഞത്, ഇന്ന് ആ ലോറിയിലേക്ക് എത്താനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഞങ്ങൾ നടത്തിയില്ല, അതിനപ്പുറത്തേക്ക് ഒരു തെരച്ചിൽ ആ മേഖലയിൽ നടത്തുകയും അവിടെ ഉള്ള മരങ്ങളും മറ്റും നീക്കാനുള്ള നടപടികൾ, ക്രെയിൻ ഉപയോഗിച്ച് മാറ്റാനുള്ള നടപടികളാണ് ഞങ്ങൾ ചെയ്തതെന്നാണ്. അതായത് ഡ്രഡ്ജർ എത്തിച്ച് മണ്ണ് മാറ്റാതെ ഇനി യഥാർത്ഥത്തിൽ ഒരു കാര്യമായ പുരോഗതി ഈ തെരച്ചിലിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത് ബോധ്യപ്പെട്ടതാണ്. അങ്ങനെയാണ് ഗോവ പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിയെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷിപ്പിംഗ് കമ്പനിയെ ഇത് എത്തിക്കാനുള്ള ചുമതലയും ഈ കർണാടക സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാൽ കർണാടകയിലെ കാർവാറിലെ MLA നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 ദിവസത്തിനകം ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തിങ്കളാഴ്ചക്കകം എന്തായാലും എത്തും എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഷിപ്പിംഗ് കമ്പനിയുമായി നമ്മൾ നേരിട്ട് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് 22-ാം തീയതിയെങ്കിലും ആകും ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കാൻ, അതിവേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നതല്ല. ഇതിന് ചില നടപടിക്രമങ്ങൾ സാങ്കേതികമായി അവർക്ക് മുന്നിലുണ്ട്, തടസ്സങ്ങളുണ്ട് എന്നതാണ് അവർ പറയുന്നത്. MLA പറയുന്നത് പ്രകാരം ഡ്രഡ്ജർ നേരിട്ട് ഇങ്ങോട്ട് അതേപടി കൊണ്ടുവരുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്, പാലങ്ങളുണ്ട്, അതൊക്കെ മറികടന്ന് അതിങ്ങോട്ട് എത്തിക്കുന്നതിന് ഏതായാലും ബുദ്ധിമുട്ടുകളുണ്ട്. അതും എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ എത്തി നിൽക്കുന്നത്, ഇത് ആ ഡ്രഡ്ജറിനെ പൂർണ്ണ രൂപത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഇവിടെ എത്തിച്ചതിന് ശേഷം പിന്നീട് അത് അസംബിൾ ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവരണം എന്നതാണ്. അതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുക. ഏതാണ്ട് ഇനിയും ഒരാഴ്ചയ്ക്ക് അടുത്തേക്ക് ഡ്രഡ്ജർ എത്തിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഈ കമ്പനി നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. MLA പറയുന്ന മറ്റൊരു കാര്യം, ഡ്രഡ്ജർ എത്തിച്ച് നേരെ അർജുൻ്റെ ലോറി ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ അവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുകയല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പുഴയുടെ ഏതാണ്ട് നടുഭാഗത്ത് വലിയ മണൽക്കൂനകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ആദ്യം ഒഴിവാക്കിയില്ലെങ്കിൽ ഈ പുഴ ഇങ്ങനെ ഗതിമാറി ഒഴുകുന്ന സാഹചര്യം അത് തടയേണ്ടതുണ്ട്. അതിന് ആ മൺകൂനകൾ മാറ്റേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ അതായിരിക്കും ഈ പരിഗണന നൽകുക എന്നതാണ് കാർവാർ MLA സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും നടപടിക്രമങ്ങൾ അത്തരത്തിലാണ്. ഡ്രഡ്ജർ എത്തിച്ചാലാണ് യഥാർത്ഥത്തിൽ കാര്യക്ഷമമായ ഈ ലോറിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ നിലവിൽ മനുഷ്യസാധ്യമായ തെരച്ചിലിനുള്ള പരിമിതികളെയൊക്കെ തന്നെ യന്ത്രസഹായം കൊണ്ട് മറികടക്കാൻ വേണ്ടി സാധിക്കുക. അത് ഇനിയും ഏറെ വൈകാതെ നടക്കണം. MLA പറയുന്നത് പോലെയാണെങ്കിൽ ഒരു 3 ദിവസത്തിനകം എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് അത്രയും നല്ലത്. എത്ര വേഗം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലത്. അതിനുള്ള ശ്രമങ്ങളാണ് അതിവേഗത്തിൽ നടക്കേണ്ടത്. അതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് ഷിരൂരിൽ നിന്നും ചേർന്നത്. ഷിഹാബ് CK യൂട്യൂബിൽ ഒരു സന്ദേശം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, വാഹനം മൺകൂനയ്ക്കുള്ളിലാണ് സാർ. അത് നമുക്ക് എങ്ങനെ അറിയാം? അവിടെ ഈശ്വർ മാൽപെ പോലും അത് പറയുന്നില്ല. ഇനി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയാലേ ഈ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയൂ. അരുൺ പൂപ്പറമ്പ കൂടി ഗംഗാവലി പുഴക്കരിയിൽ നിന്ന് നമുക്കൊപ്പം ശരിയാണ്. അരുൺ പൂപ്പറമ്പ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ ഇപ്പോൾ ഈശ്വർ മാൽപെ തെരച്ചിൽ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ പറഞ്ഞതുപോലെ അവിടെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ടോ? SKN പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ തുടർന്ന്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ശക്തമായ മഴ പെയ്തിരുന്നു. പക്ഷേ ഏറെ നേരം ആ മഴ നീണ്ടു നിന്നില്ല. അല്പസമയം മഴ ശക്തമായി പെയ്ത് പിന്നീട് മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നേവി പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് ഇന്ന് നേരത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം എന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള ദൗത്യമാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള പോയിന്റിലാണ് നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള ദൗത്യം പുരോഗമിക്കുന്നത്. അതിനായി ഈ റഫ് ടെറൈൻ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പുഴക്കടിത്തട്ടിലുള്ള മരം മുകളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേരത്തെ ഒരു മരത്തിൻ്റെ ഭാഗം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറ്റിയിരുന്നു. അതായത് ഈശ്വർ മാൽപെ പുഴയുടെ അടിത്തട്ടിൽ അദ്ദേഹം മുങ്ങി ആ മരം, കൃത്യമായ മരത്തിൽ ഈ റോപ്പ് ഹുക്ക് ചെയ്യും. അതിനുശേഷം ആ റോപ്പ് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ മരത്തിൻ്റെ ഭാഗങ്ങളെ വലിച്ചു മുകളിലേക്ക് കയറ്റുന്ന ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതിൻ്റെ ഈ മലയുടെ മുകളിൽ ഭാഗത്തുണ്ടായിരുന്ന മരങ്ങൾ ഈ ആൽമരം ഉൾപ്പെടെ ഈ നിലവിൽ ഈ ഗംഗാവലി പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്തും പുഴക്കടിത്തട്ടിൽ മരങ്ങളുണ്ട് എന്നതാണ് അത് ഈശ്വർ മാൽപ്പെ തന്നെ വ്യക്തമാക്കിയതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ മരത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി ഇപ്പോൾ ആ ഹുക്ക് ചെയ്ത ആ മരത്തിൻ്റെ ഭാഗം കൂടി ഇപ്പോൾ മുകളിലെ കരയോടടുത്ത് എത്തിയിരിക്കുകയാണ്. അത് വലിച്ചു കയറ്റുന്ന ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കരയുടെ ഭാഗത്ത് ആ ക്രെയിനിൻ്റെ ദൃശ്യങ്ങൾ കൂടി SKN നമുക്ക് കാണാം. 2 ക്രെയിനുകളാണ്. അതിലൊന്ന് അല്പം വലിയ ക്രെയിനുകളാണ്. ഇത് കുറച്ചുകൂടി ആഴത്തിൽ ഇത്തരം സാധനങ്ങൾ വസ്തുക്കളൊക്കെ ഹുക്ക് ചെയ്ത് വലിച്ച് ഉയർത്താൻ സാധിക്കുന്ന റഫ് ടെറൈൻ ക്രെയിനാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാൽപ്പെ സംഘത്തിലുള്ളവരാണ് അതിൽ പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി ഇത്തരം വസ്തുക്കൾ, അതായത് ഈ മരം ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിൽ റോപ്പ് ഹുക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് എത്തിക്കുന്നു. ആ ദൗത്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറെ നേരം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഇരുട്ട് മൂടുന്നുണ്ട്. ഈ വെളിച്ചം പോയി കഴിഞ്ഞാൽ ഈ ദൗത്യവും അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ന് കാര്യമായി നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആദ്യഘട്ടത്തിൽ ചില ലോഹഭാഗങ്ങളൊക്കെ ഈ പുഴയിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ പോലും നിലവിൽ നാവികസേന തന്നെ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയെങ്കിൽ പോലും അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ കാണാതായിട്ടുള്ള ടാങ്കർ ലോറിയുടെ ഭാഗമാകാം എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ SKN ആ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ കാണാം. ആ റോപ്പ് പുഴയുടെ അടിത്തട്ടിലേക്ക് നീണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഈശ്വർ മാൽപ്പെ മൂന്നാമതൊരു വസ്തുവിൽ കൂടി അദ്ദേഹം ഹുക്ക് ചെയ്തിട്ടുണ്ട്. അത് മരമാണോ അല്ലെങ്കിൽ നേരത്തെ ഈശ്വർ മാൽപ്പെ ഉച്ചയ്ക്ക് തെരച്ചിൽ താൽക്കാലികമായി നിർത്തി പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വലിയ ലോഹഭാഗം അദ്ദേഹത്തിന് ദൃശ്യമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നാവികസേന സ്പോട്ട് ചെയ്തിട്ടുള്ള അതേ ആ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവിലാണോ അദ്ദേഹം ഇപ്പോൾ ഈ മൂന്നാമത് ഹുക്ക് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും. അദ്ദേഹം 2 തവണയായി മരത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ അടിത്തട്ടിലുണ്ടായിരുന്ന തടസ്സമായി, ഈ ദൗത്യത്തിന് വലിയ തടസ്സമായി നിന്ന മരത്തിൻ്റെ ഭാഗങ്ങളാണ് വലിച്ചു ഈ റോപ്പ് ഉപയോഗിച്ച്, ഈ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് നിലവിൽ മുകളിലേക്ക് കയറ്റി. അതിന് തത്സമയ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈശ്വർ മാൽപ്പെ പുഴയിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മാൽപ്പെ സംഘവും അദ്ദേഹത്തിനൊപ്പമുണ്ട്. മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് നേരത്തെ തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ ദൗത്യത്തിൽ SKN ഇപ്പോൾ വളരെ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള വലിയ മൺകൂനയും അതോടൊപ്പം തന്നെ വലിയ കല്ലുകളൊക്കെയാണ്. അത് നീക്കം ചെയ്യാതെ ഇത് ഈ വലിയൊരു ഡീപ്പ് ഡൈവിംഗ്, അതായത് ഇപ്പോൾ സ്പോട്ട് ചെയ്ത സ്ഥലത്ത് അവർ നേരത്തെ നാവികസേന സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആ ലോറിയുടെ തടി കെട്ടിയിട്ടുള്ള കയറ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു ഡീപ്പ് ഡൈവിംഗ് നടത്തണമെങ്കിൽ അവർക്ക് ഈ മണ്ണും കല്ലും നീക്കം ചെയ്യണം. അത് ഡ്രഡ്ജർ ഉടൻ എത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ ഡ്രഡ്ജർ ഉടൻ എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള പ്രതികരണമാണ് ആ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പെ കരക്കേക്ക് കയറിയിട്ടുണ്ട്. ദൗത്യം അവസാനിപ്പിക്കുകയാണോ എന്ന സംശയമുണ്ട്. കാരണം ഇരുട്ട് മൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് SKN. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ്. ഈശ്വർ മാൽപ്പെ കരയിലേക്ക് കയറി വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് കരയിലേക്ക് കയറി വരികയാണെന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. എന്തായാലും ഇന്ന് കാര്യമായി ഒരു വിവരവും കിട്ടാൻ കഴിഞ്ഞില്ല. ഈ തെരച്ചിൽ, അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് ഷിരൂരിൽ നിന്ന് ഇന്ന് കിട്ടിയ വിവരങ്ങൾ. നൗഷാദ് പുന്നത്തല പറയുന്നു, യൂട്യൂബിലെ ഒരു സന്ദേശമാണ്, ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് വിമാനം കയറുന്നതിൽ കൂടുതൽ ദുരിതം പേറുന്ന പ്രവാസികളായിരിക്കും. അത് ദുരിതം പേറുന്നത് വിമാന ടിക്കറ്റിൻ്റെ നിരക്ക് അവരെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു എന്ന് നൗഷാദ് പറയുന്നു. അധികൃതർ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കണം.